ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങളായി ദക്ഷിണ ചൈന കടലിലെ തർക്കവുമായി ബന്ധപ്പെട്ട് ഫിലിപ്പീൻ എന്ന രാജ്യവുമായി സ്വരച്ചേർച്ചയിലല്ലാത്ത ചൈന അവരുടെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഉപയോഗിച്ച് ഫിലിപ്പീൻ പട്രോളിംഗ് കപ്പലുകൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയത്. സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ട രണ്ട് തർക്ക പ്രദേശങ്ങളിലൊന്നായ സ്കാർബറോ ഷോൾവ് എന്ന പ്രദേശത്തെ ലക്ഷ്യം വെച്ച് നടന്ന ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത കൂട്ടിയിരിക്കുകയാണ്. ഒരു ഫിലിപ്പീൻ തീരസംരക്ഷണ കപ്പലും അനുഗമിക്കുന്ന മത്സ്യബന്ധന കപ്പലും സ്കാർബറോ ഷോളിലെ വെള്ളത്തിൽ പെട്രോളിംഗ് നടത്തുന്ന 4 ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ 6 മിലീഷ്യ കപ്പലുകളുടെ പിന്തുണയോടെ അപകടകരമായ തടയൽ നടത്തിയെന്നാണ് ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡ് വക്താവ് പറഞ്ഞത്. ഫിലിപ്പീൻ മത്സ്യബന്ധന കപ്പലിന്റെ ഇലക്ട്രിക്കൽ നാവിഗേഷൻ റേഡിയോ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ടാസ്ക് ഫോഴ്സ് അറിയിക്കുകയും ചെയ്തു. ചൈനയുടെ ഈ ആക്രമണത്തിന് പ്രധാന കാരണം ദക്ഷിണ ചൈന കടലിന്റെ പ്രദേശങ്ങളിലുള്ള അവകാശവാദം തന്നെയാണ്. ഒരു പ്രധാന ആഗോള വ്യാപാര പാതയായ ദക്ഷിണ ചൈന കടലിന്റെ പരമാധികാരം തങ്ങളുടേതാണെന്ന് ആവർത്തിച്ച് ഊന്നിപ്പറയുകയും തങ്ങളുടെ പ്രദേശം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന. തങ്ങളുടെ പ്രദേശമെന്ന് ചൈന പറയപ്പെടുന്ന സ്കാർബറോ ഷോൾവ് ഫിലിപ്പീൻസിൽ നിന്നും 220 കിലോമീറ്റർ മാത്രമാണ് ദൂരെ. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിലാണ് ഫിലിപ്പൈൻസ് ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ പറയുന്നതനുസരിച്ച് ഒരു രാജ്യത്തിന്റെ തീരത്തു നിന്ന് 370 കിലോമീറ്റർ അകലെയുള്ള കടൽ പ്രദേശത്തെ നിയന്ത്രിക്കാൻ ആ രാജ്യത്തിന് അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിന് ഈ അനുമതി ലഭിക്കുന്നതുമാണ്. എന്നാൽ അന്താരാഷ്ട്ര നിയമം പാലിക്കാതെ ചൈന ഈ കാര്യത്തിൽ ഇടം തിരിഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല, കടലിലും കരയിലും അയൽ രാജ്യങ്ങളുമായി അതിർത്തിയെ ചൊല്ലി ദീർഘകാലമായി തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന ചൈന ഫിലിപ്പീൻ കപ്പലെത്തിയ സ്കാർബറോ ഷോളിന്റെ വിശാലമായ മത്സ്യബന്ധന തടാകത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് കുറുകെ ഒരു ഫ്ലോട്ടിംഗ് ബാരിയർ സ്ഥാപിച്ചിട്ടുമുണ്ട്. അതിനായി 9-9 എന്ന പദ്ധതിയും അവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ഇത് പ്രകാരം ഈ 9-9 എല്ലാം ചൈനയുടേതാണ് എന്നാണ് അവരുടെ അവകാശവാദം. ഫിലിപ്പൈൻസുകാരെ മത്സ്യബന്ധനത്തിന് അനുവദിക്കുന്നതിനായി ഫിലിപ്പൈൻസ് കോസ്റ്റ് ഗാർഡ് മുമ്പ് സമാനമായ ഒരു തടസ്സം നീക്കിയിരുന്നു. ഇതാണ് ചൈനയെ ചൊടിപ്പിച്ചതും കപ്പലിന് നേരെ ആക്രമണം തുടങ്ങാൻ കാരണവും. അതേസമയം ഫിലിപ്പൈൻസും ചൈനയ്ക്കും പുറമെ വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ എന്നീ രാജ്യങ്ങളും പ്രാദേശിക തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിൽ US യാതൊരു അവകാശവാദവും ഇതുവരെ ഉന്നയിക്കുന്നില്ല എങ്കിലും ഫിലിപ്പീനോ സേനകളും കപ്പലുകളും വിമാനങ്ങളും ഉൾപ്പെടെ ചൈനയുമായി സായുധ ആക്രമണത്തിന് വിധേയരായാൽ ദീർഘകാല ഉടമ്പടി സഖ്യകക്ഷിയായ ഫിലിപ്പീൻസിനെ പ്രതിരോധിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.